ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും ചായയൊക്കെ കഴിച്ചോ? ചായ കഴിക്കാൻ ടൈം ആവണല്ലേ ഉള്ളൂ അല്ലേ? ഒരു 8 മണി അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകേണ്ടവർ ഒക്കെ ആണെങ്കിൽ ഒരു 7:30 8 എന്തായാലും ആവണ്ടല്ലേ എല്ലാവർക്കും ചായ കഴിക്കണമെങ്കിൽ. ബെഡ് കോഫി അല്ലെങ്കിൽ വെറും ചായ കുടിച്ചിട്ടുണ്ടാവും. കാലിച്ചായ എന്നൊക്കെ പറയാം. ഇവിടെയൊക്കെ അങ്ങനത്തെ ഒരു ഭാഷ ഉണ്ട് കേട്ടോ. വെറുതെ രാവിലെ കുടിക്കുന്ന ചായക്ക് കാലിച്ചായ എന്ന് പറയും. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ അടുക്കളയിൽ എത്തിയിട്ടേ ഉള്ളൂ. പാചകം തുടങ്ങാൻ പോണേ ഉള്ളൂ. ആദ്യം തന്നെ ചായ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ചായ വയ്ക്കട്ടെ. അപ്പോൾ ചായക്കുള്ള വെള്ളം എടുത്ത് വന്നിട്ടുണ്ട്. ചായ വയ്ക്കട്ടെ. അപ്പോൾ മാവൊക്കെ ഇളക്കി റെഡിയാക്കി വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടണിക്ക് തേങ്ങ ചിരവ. ഇത് ചട്ടി ചൂടാവാൻ വെച്ച് ഒരു ദോശ അവിടെ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങ ചിരവാൻ പോവാം. അപ്പോൾ ഈ ദോശ മുക്കുമ്പോഴേക്ക് തേങ്ങ അത്ര കിലോ തേങ്ങ വേണ്ടുള്ളൂ. കാരണം ഒരു അരമുറി തേങ്ങ വേണ്ടു. അപ്പോൾ അത് ചിരവിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്ക് ദോശ ഇവിടെ റെഡിയാവും. തേങ്ങ മിക്സിയിൽ അരയ്ക്കണോ, ചമ്മന്തി റെഡിയാക്കണോ, പെട്ടെന്ന്. അപ്പോൾ ദോശ ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്. ദോശ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിയിട്ട് വരാം. അപ്പോൾ തേങ്ങ ചിരവി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വറവ് ചേർക്കേ വേണ്ടുള്ളൂ. അപ്പോൾ വറവിനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കട്ടെ. അപ്പോൾ കടുക്, വെളിച്ചെണ്ണ, ചട്ടി എടുക്കുക, വറവിടുക, അത്രേ വേണ്ടു. നല്ല സൂപ്പറായിട്ട് പരത്താൻ പറ്റുന്നുണ്ട്. നല്ല. അപ്പോൾ ഞാൻ വെള്ളച്ചട്ടനെയാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വറവ് ചേർക്കണ ചമ്മന്തിക്ക് വറവ് കടുകും കറിവേപ്പിലയും ആണ് വറവ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ചമ്മന്തി വറവിടട്ടെ. ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അത് ചട്ടിയിലേക്ക് ഒഴിക്കുകയല്ല കേട്ടോ. ഇത് ചട്നി ഇവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചട്നിക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചട്നിയാണ് കേട്ടോ. ചട്ടിയിലേക്ക് അങ്ങോട്ട് തേങ്ങ അരപ്പ് പാരിന് അത് വേറൊരു ടേസ്റ്റ്. ഇത് ചട്നിയിലേക്ക് ഇങ്ങോട്ട് വറവിടുന്നത് വേറൊരു ടേസ്റ്റ്. ഇതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പച്ചമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ശരിക്കും അവിടെ കിട്ടും. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ആ ചട്ടിക്ക് വറവിട്ടിട്ട് അങ്ങനെ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 ദോശയൊക്കെ ചുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി അവിടെ കൊടുക്കണേലോ കൂടെ ഇവിടെ ചുടും ചെയ്യാം. അപ്പോൾ പെട്ടെന്നാവും. ചായ ഒന്ന് കൂട്ടി റെഡിയാക്കി ഗ്ലാസ്സൊക്കെ ഒന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് വരാം അല്ലേ. അപ്പോൾ എനിക്ക് കുടിക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഞാനും കുടിക്കാം. ചൂടാണ്. ഇനി ചായ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ചായ കൊടുക്കൽ കഴിഞ്ഞു. ചോറിനവിടെ വെള്ളം വെച്ച് വന്നിട്ടുണ്ട്. ഇനി അരി കഴുകിയിടണം. ചുക്കള്ളായിട്ടുണ്ട് കേട്ടോ. ചുക്കള്ളം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചത്. അപ്പോൾ അരി കഴുകിയിടണം. അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്തിട്ട് വരാം. എന്നാൽ പിന്നെ എൻ്റെ ചായ കഴിക്കലും കൂടെ കഴിഞ്ഞിട്ടായ പിന്നെ കറിക്കൊക്കെ നോക്കുന്ന സമയമല്ലേ വേണ്ടുള്ളൂ. ഇന്ന് കറിക്ക് ചിക്കൻ കൊടുന്ന് വെച്ചിട്ട് ഇന്നിപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്. ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ മറ്റേതൊന്ന് കറിയാക്കുക. പിന്നെ ഒരു ഒഴിച്ച് കറിക്ക് ഒരു കറിയും കൂടി ഉണ്ടാക്കണം. മറ്റേ ചിക്കൻ പെരട്ട് പോലെ ചെയ്യാമെന്നൊക്കെയാണ് ഇപ്പോൾ വിചാരിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഒഴിച്ച് കറിക്ക് എന്തായാലും ഒരു ചെറിയ ഒരു കറി ഉണ്ടാക്കണം. അതിന് പരിപ്പ് കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാം. അപ്പം എല്ലാവർക്കും ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനും കൂടെ പോയി ചായ കഴിച്ചിട്ട് വരാം. ചിക്കൻ കഴുകി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അങ്ങനെ കുറേ സംഭവങ്ങൾ ചേർക്കണ്ടേ.
അപ്പോൾ അതിനുള്ളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുപ്പിലേക്കാണ് അടുപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനത് ചതച്ച് വന്നിട്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കി ചിക്കനൊക്കെ മസാല പുരട്ടി ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ചിക്കനൊക്കെ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ കറി തിളയ്ക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ സെറ്റാക്കിയിട്ടാണ് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ ചിക്കൻ കറിയൊക്കെ എല്ലാവരും വെക്കണം. ഞാൻ ചിക്കൻ പുരട്ടുണ്ടാക്കുന്നുണ്ടോ, വെള്ളമില്ലാതെ ഒന്നും കൂടെ വരട്ടിയെടുക്കണ പോലത്തെ അങ്ങനത്തെ ചിക്കനാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് 65 ഒക്കെ എന്ന് പറയുന്ന പോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ട് നമ്മൾ കോരിയെടുത്തതിന് ശേഷമാണ് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചിട്ട് ഈ ചിക്കനൊക്കെ അതിലേക്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി എടുക്കും. അപ്പോൾ ആ ചിക്കൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നാരങ്ങയോ ഉള്ളി വട്ടത്തിൽ മുറിച്ചതൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇത് രണ്ടാമത് ആ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആ ചിക്കൻ ഇട്ടിട്ട് ഒന്നും കൂടി ആ വറുത്ത് വെച്ച ചിക്കൻ ഒന്നും കൂടി ഇട്ട് ഇളക്കിയിട്ട് എടുക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെയും പിന്നെ കറിവേപ്പിലേൻ്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ചിക്കൻ നല്ല ടേസ്റ്റാണ്. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പിന്നെ മസാലയിൽ നമ്മൾ കാശ്മീരി ചില്ലി കുറച്ച്, പിന്നെ സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഒരു കുറച്ച് മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തൈര്, ഇതൊക്കെ കൂടി ചേർത്തിട്ട് കോൺഫ്ലവർ ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി സാധനങ്ങളുടെയും ഇതിൻ്റെയും ഒക്കെ കൂടി ആ മിക്സഡ് ടേസ്റ്റ് ഉണ്ട് വരും. അപ്പോൾ നല്ല രുചിയുള്ളൊരു ചിക്കനാണിത്. ഈ ചിക്കൻ ഫ്രൈ, ചിക്കൻ വരട്ടും അങ്ങനെ തന്നെ കേട്ടോ. ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചു. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ്. ഇനി ഉള്ളി, പച്ചമുളകും കറിവേപ്പിലയും, വലിയ ഉള്ളി ഇട്ടു, സവാള അത്യാവശ്യത്തിന് ചേർക്കണം, കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റിയിട്ട് ഈ ചിക്കൻ ബാറ്റിനെ ആ വഴറ്റിയിലേക്കാണ്ട് തട്ടിയിട്ട് നല്ലപോലെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കണ ഒരു പെരട്ടാണ്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. ഞാൻ ഒറ്റയ്ക്കായാലും ചോറിന് അങ്ങനെ മതിയുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. പക്ഷെ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു കറിയും കൂടെ വേണം. ഇതൊക്കെ സൈഡിൽ വിളമ്പിയിട്ട് അങ്ങനെ കഴിക്കുന്ന ഒരു ശീലമാണ്. അതുകൊണ്ട് ഒരു ഒഴിച്ചു കറി എന്തായാലും ഉണ്ടാക്കാം. ചിക്കനൊക്കെ റെഡിയായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കാണിക്കാം കേട്ടോ. ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു കുറേശ്ശെ ഫ്രൈ ചെയ്യാൻ എണ്ണയിലിട്ടിട്ടുണ്ട്. അപ്പോൾ മൂത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ആവട്ടെ. സിമ്മിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് വെന്ത് കുറുകട്ടെ. ചിക്കനൊക്കെ എന്തൊക്കെ ടൈപ്പിൽ ഉണ്ടാക്കാമല്ലേ. ചിക്കനൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. ഇനി ചിക്കനൊക്കെ പല ടൈപ്പിൽ ഉണ്ടാക്കട്ടെ. ഇത് എങ്ങനെ ഇതൊക്കെ നമ്മുടെ ഭാവനയ്ക്കും നമുക്ക് കുറച്ചൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. കറികളൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പല ടൈപ്പിൽ ഉണ്ടാക്കാം. നല്ല തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം. ചിലർ വറുത്തരച്ചൊരു കറി ഉണ്ടാക്കണതാണ്, നാളികേരം വറുത്തരച്ചിട്ട് ഉള്ള കറി ഉണ്ടാക്കാം ചിക്കൻ കൊണ്ട് തന്നെ. അതൊക്കെ പിന്നെ എന്താണ് പുട്ടിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ അങ്ങനത്തെ അതിൻ്റെ കൂടെയാണ്. അങ്ങനത്തെ ചോറിനും ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ കറി ഇഷ്ടമുള്ളവർക്ക് ചോറിനും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ പല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ചിക്കൻ മറിച്ചിടാനായിട്ടുണ്ട്. ഒരു സൈഡ് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. കാരണം സുധിക്ക് ഒരു ഷൂട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് ഉച്ചയ്ക്ക് പോകണം. അവൻ്റെ ഡ്രസ്സൊക്കെ അവിടെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഊണഴിച്ചിട്ടാണ് പോണതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനുള്ള ഊണ് പെട്ടെന്ന് കൊടുക്കാൻ നോക്കട്ടെ. കായി തുടങ്ങിയിട്ടോ. ഇനി അധികം പണിയൊന്നുമില്ല. ഒരു അവസാനം എനിക്ക് പണികളൊക്കെ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പരിപ്പ് കറിയും കൂടി വേഗം ഉണ്ടാക്കട്ടെ. എന്നെങ്കിലാണ് അപ്പോൾ അവന് ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വിളമ്പുമ്പോൾ കാണാം. അവനൊന്നൊരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട്
റെഡി ആയിട്ട് വന്നതാണ്. പിന്നെ ഊണൊഴിച്ച് അപ്പം അവൻ പോവും. ഉണ്ണേട്ടൻ രാവിലെ തന്നെ ഡ്യൂട്ടി. ഉണ്ണേട്ടൻ ഇനി ഈവനിങ്ങിൽ 5 മണിയാകുമ്പോഴേക്ക് എത്തുള്ളൂ. പോവാനെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാം, അവരൊന്നും നമ്മൾ അധിക സമയം ബുദ്ധിമുട്ടിച്ചിട്ട് നിർത്തരുത്. അവർക്കൊക്കെ പോകണമെന്ന് പറയുന്നവരൊക്കെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞയക്കണം. അവർക്ക് എന്താ വേണ്ടാത്തത് ഫുഡോ എന്താ കാര്യങ്ങൾ വെച്ചിട്ട്. കാരണം നമ്മളൊരു മടി കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു അനാസ്ഥ കൊണ്ട് എന്ന് പറയാം, അവർ സമയമൊന്നും പാഴാവണ്ട, അവരുടെ അവസരങ്ങൾ പാഴാവണ്ട, ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഒന്ന് ജോലിക്കാണെങ്കിലും ഇനി എന്ത് കാര്യത്തിനാണെങ്കിലും പുറത്ത് പോകണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടതൊക്കെ വേഗം ചെയ്ത് കൊടുത്തിട്ട് അവർ പറഞ്ഞയക്കും. അപ്പം ഇന്നലെ ഉണ്ണേട്ടൻ നെല്ലിക്ക കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പം ഞാനത് പിന്നെ മുളകിട്ട് അച്ചാറാക്കിയിട്ടില്ല. പിന്നെ കുറച്ച് സോക്കയും പച്ചമുളകും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഉപ്പിലിട്ട് വെച്ചതാണ്. ആ ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടല്ലോ, അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുളകിട്ടിട്ട് നമ്മൾ മറ്റേ അച്ചാർ പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, ഉപ്പിലിട്ട് വെച്ചതാണ്. ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ നറുക്കി പിടിച്ചിട്ട് 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ എടുക്കാം. 3-ാം ദിവസം ആകുമ്പോഴേക്കൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ടാവും, കഴിക്കാനുള്ള പാകമാവും. അപ്പോൾ അതും കൂടെ നല്ല ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നല്ല നാളെ എടുക്കാൻ പറ്റുന്നുണ്ടോ, നാളേക്കാവും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, വെറുതെ കഴിക്കാനും ഒക്കെ. കുട്ടികൾക്കൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടം. അല്ല നമുക്കത് പീസൊക്കെ ഒക്കെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ ഇഷ്ടമുള്ളവർക്കൊക്കെ വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് ഉപ്പിലിട്ട്. ഇപ്പോൾ മാങ്ങ ആയാലും ഒക്കെ അങ്ങനെ ചെയ്യാമല്ലോ. ഞാൻ നാളെ ഇവിടെ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം അങ്ങനെ ഉപ്പിലിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പൈനാപ്പിൾ കുറേ ദിവസം ഇരിക്കില്ല തോന്നുന്നത്. ഞാനൊരു പിറ്റേ ദിവസം തന്നെ എടുത്തപ്പോഴേക്ക് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പഴുത്ത പൈനാപ്പിൾ അതേപോലെ സൊക്കയും പച്ചമുളകും കൂടെ ഇട്ടപ്പോൾ ആ മധുരവും പിന്നെ സൊക്കേൻ്റെ ആ പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു എരിവും എല്ലാം കൂടെ ഇട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.